ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 3-ാം ക്ലാസ്സിലെ മലയാളം ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെട്ടാലോ. പ്രവർത്തനം 1. വായിക്കാം, എഴുതാം. മലമുകളിലാണ് ഞാൻ ജനിച്ചത്. കൊല്ലവും തീയതിയുമൊന്നും എനിക്കറിയില്ല. എൻ്റെ ഇന്നത്തെ വലുപ്പമൊന്നും അന്നെനിക്കില്ലായിരുന്നു. ഒരു ചെറിയ നീർച്ചാല്. ഒഴുകുന്തോറും വീതിയും ആഴവും കൂടി. അങ്ങനെ വലുതായി ഇന്നത്തെ രൂപത്തിലെത്തി. വരുന്ന വഴിക്ക് എത്രയെത്ര ചാട്ടങ്ങൾ. തടസ്സം നിന്ന കല്ലുകൾക്കും പാറകൾക്കും മുകളിലൂടെ ഒഴുകി എൻ്റെ വഴി ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചത്. അനേകതരം മത്സ്യങ്ങൾക്ക് ഞാൻ അഭയം നൽകി. കടന്നു പോകുന്ന നാടുകളിലെല്ലാം കുടിക്കാനും കുളിക്കാനും കൃഷി ചെയ്യാനും ഞാൻ സഹായിച്ചു. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. മഴക്കാലത്ത് ഞാൻ നിറഞ്ഞ് കുതിച്ചൊഴുകി. വേനലിൽ ഞാൻ മെലിഞ്ഞു തളർന്നൊഴുകി. എൻ്റെ യാത്ര കടലിലേക്കാണ്. എവിടെയാണ് പുഴ ജനിച്ചത്? ഓപ്ഷൻ തന്നിട്ടുണ്ട്. കടലിൽ, കാട്ടിൽ, മലമുകളിൽ, നാട്ടിൽ. എവിടെയാണ് പുഴ ജനിച്ചത്? മലമുകളിൽ. അടുത്ത ചോദ്യം. വെള്ളം എന്ന അർത്ഥം പ്രയോഗിച്ചുള്ള പദം ഏത്? എ. നീര്, ബി. അഭയം, സി. ആഴം, ഡി. മത്സ്യം. വെള്ളം എന്ന അർത്ഥം പ്രയോഗിച്ചിട്ടുള്ള പദം നീര് എന്നാണ്. ജനിച്ചപ്പോൾ പുഴ എങ്ങനെയായിരുന്നു? എ. വലിയ വെള്ളച്ചാട്ടം പോലെ, ബി. ചെറിയ നീർച്ചാല് പോലെ, സി. വലിയൊരു പാറ പോലെ, ഡി. ചെറിയ കല്ലുപോലെ. ഉത്തരം ബി. ചെറിയ നീർച്ചാല് പോലെ. ഡി. വേനലിൽ ഞാൻ മെലിഞ്ഞു തളർന്നൊഴുകി എന്നു പറയുന്നതിലൂടെ എന്തായിരിക്കും പുഴ ഉദ്ദേശിക്കുന്നത്? എ. ഏറെ നേരം ഒഴുകിയതിനാൽ പുഴ മെലിഞ്ഞു. ബി. വേനൽക്കാലത്ത് വെള്ളം വറ്റിയതിനാൽ പുഴയുടെ ഒഴുക്ക് കുറഞ്ഞു. സി. കല്ലുകൾക്കും പാറകൾക്കും മുകളിലൂടെ ഒഴുകിയതിനാൽ പുഴ മെലിഞ്ഞു. ഡി. വീതിയും ആഴവും കൂടിയതിനാൽ പുഴ മെലിഞ്ഞു. എന്തായിരിക്കും വേനലിൽ ഞാൻ മെലിഞ്ഞു തളർന്നൊഴുകി എന്ന് പറയുന്നത്? വേനൽക്കാലത്ത് വെള്ളം വറ്റിയതിനാൽ പുഴയുടെ ഒഴുക്ക് കുറഞ്ഞു. ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സി. പുഴയ്ക്ക് ഒഴുകാൻ തടസ്സം നിന്നതാരെ? എ. പാറ, ബി. മത്സ്യം, സി. മരം, ഡി. മല. ഉത്തരം എ. പാറ. അടുത്തത് പ്രവർത്തനം 2. വരികൾ കൂട്ടിച്ചേർക്കാം. അത്തിമരക്കാട്ടിൽ ഉത്സവം തുടങ്ങി. കാട്ടിലെ കൂട്ടുകാരെല്ലാം ഉത്സവം കാണാനെത്തി. അവർ പാടിയ പാട്ടിൻ്റെ ആദ്യ വരികളാണ് ചുവടെയുള്ളത്. കൂടുതൽ വരികൾ എഴുതി ചേർക്കൂ. കവിത വായിക്കൂ. കവിതയുടെ താളത്തിൽ എഴുതി നോക്കൂ. അത്തിമരക്കാടുകളിൽ ഉത്സവമാണേ, ഉത്സവം കൂടുവാൻ കൂട്ടുകാർ വന്നേ, പീലി വിരിച്ചാടിയ മയിലുകൾ വന്നേ. ഇനി എങ്ങനെ നമുക്ക് എഴുതാം? വീണ്ടും അത്തിമരക്കാടുകളിൽ ഉത്സവമാണേ. അടുത്ത വരി ഉത്സവം കൂടുവാൻ കൂട്ടുകാർ വന്നേ. അടുത്ത വരി എന്ത് ചെയ്താം? പാട്ടുകൾ പാടി കുയിലുകൾ വന്നേ. അല്ലെങ്കിലോ തുള്ളിച്ചാടി പുള്ളിമാൻ വന്നേ. അങ്ങനെ ആരുടെ പേര് വേണമെങ്കിലും നമുക്ക് എഴുതാം അല്ലേ? അങ്ങനെ ഈ പാട്ട് ഇവിടെ എഴുതാനാണ് പറയുന്നത്. പ്രവർത്തനം 3. സംഭാഷണം എഴുതാം. കാട്ടിലെ ഉത്സവത്തിൽ പങ്കെടുത്ത സന്തോഷത്തിലാണ് കുഞ്ഞിരിപ്രാവ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി അവൾ നാട്ടിലെ കൂട്ടുകാരിയായ വെള്ളരിപ്രാവിൻ്റെ അടുത്തെത്തി. അവർ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും? വെള്ളരിപ്രാവ്: നീ ഇന്ന് സന്തോഷത്തിലാണല്ലേ? അപ്പോൾ കുഞ്ഞിരിപ്രാവ് എന്ത് പറയും? അതെ, ഇന്ന് എനിക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ വെള്ളരിപ്രാവ് എന്ത് പറയും? എന്തായി നിന്റെ കാട്ടിലെ ഉത്സവമൊക്കെ? കുഞ്ഞിരിപ്രാവ് എന്ത് പറയും? കുഞ്ഞിരിപ്രാവ് പറയും, വളരെ നന്നായിരുന്നു, ഞാനും അതിൽ പങ്കെടുത്തു. അപ്പം വെള്ളരിപ്രാവ് പറയും, നീ എന്തു മത്സരത്തിലാണ് പങ്കെടുത്തത്? കുഞ്ഞിരിപ്രാവ് പറഞ്ഞു, ഞാൻ കുറുകൽ മത്സരത്തിൽ പങ്കെടുത്തു. എനിക്ക് തന്നെയായിരുന്നു കുറുകൽ മത്സരത്തിൽ ഫസ്റ്റ്. അപ്പോൾ വെള്ളരിപ്രാവ് പറഞ്ഞു, അതെന്തായാലും നന്നായി. ഇനി ഞങ്ങളുടെ നാട്ടിലും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒരു ഉത്സവം നടത്തണമെന്ന് ഞാനും വിചാരിക്കുന്നുണ്ട്. ഞാനും ഇത് ഞങ്ങളുടെ സദസ്സിൽ പറയുന്നതാണ്. കുഞ്ഞിരിപ്രാവ്: അത് നന്നായിരിക്കും. ഇതുപോലെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള സംഭാഷണം നമുക്ക് എഴുതാവുന്നതാണ്. അടുത്തത് പ്രവർത്തനം 4. വായിക്കാം, വരയ്ക്കാം, കടങ്കഥ.
അമ്പിളി തെളിയും മാനത്ത്, ആമ്പൽ വിരയും താഴത്ത്, സൂര്യനുദിക്കും മാനത്ത്, സൂര്യകാന്തികൾ താഴത്ത്, മഴവില്ല് തെളിയും മാനത്ത്, മാനും മയിലും താഴത്ത്. കവിത. ക്വസ്റ്റ്യൻ. കവിത വായിക്കൂ. മാനത്തും താഴത്തുമുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിലുള്ളത് എഴുതി നോക്കൂ. മാനത്തുള്ളവ, താഴത്തുള്ളവ. മാനത്തുള്ളവ എന്തൊക്കെയാണ്? അമ്പിളി, സൂര്യൻ, മഴവില്ല്. താഴത്തുള്ളത് എന്തൊക്കെയാണ്? ആമ്പൽ, സൂര്യകാന്തികൾ, മാനും മയിലും. ഇത് കവിത വായിച്ച് മാനത്തുള്ളവ എന്താണ്, താഴത്തുള്ളവ എന്താണെന്ന് കണ്ടെത്തി എഴുതാവുന്നതേയുള്ളൂ. കവിതയിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട സന്ദർഭം ഉൾപ്പെടുത്തി ഒരു ചിത്രം വരയ്ക്കൂ. നിറം നൽകൂ. അപ്പോൾ കവിതയിലുള്ള സന്ദർഭം ഏതൊക്കെയാണ്? മാനത്തുള്ളവയുണ്ട്, താഴത്തുള്ളവയുണ്ട്. താമരയോ സൂര്യനോ അല്ലെങ്കിൽ സൂര്യൻ മുകളിലും താമര താഴെയായിട്ട് നിൽക്കുന്ന ചിത്രങ്ങളോ ആമ്പൽപ്പൂ നിൽക്കുന്ന ചിത്രങ്ങളോ അങ്ങനെ ഏത് ചിത്രം വേണമെങ്കിലും കവിതയിൽ നിന്ന് കണ്ടെത്തി നിങ്ങൾക്ക് ആ ചിത്രം ഇവിടെ വരയ്ക്കാവുന്നതാണ്. 4ാമത്തെ ക്വസ്റ്റ്യനിലെ ബി ക്വസ്റ്റ്യൻ. കടങ്കഥ. മാനത്തെയും താഴത്തെയും കാഴ്ചകൾ കവിതയിൽ കണ്ടില്ലേ? മാനത്തെ കാഴ്ചകൾ ഉത്തരമായി വരുന്ന ചില കടങ്കഥകളാണ് ചുവടെയുള്ളത്. കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തൂ. കിഴക്കു കാണാം കാലത്ത്, തലയ്ക്കുമീതെ ഉച്ചയ്ക്ക്, കടലിൽ താഴും വൈകിട്ട്, ശരിക്കു പറയൂ ഞാനാരെ? ആരാണ്? ഉത്തരം സൂര്യൻ. കരയില്ലാ കടലിലെ കൊച്ചുതോണി, തുഴയില്ലാതോടുന്ന കൊച്ചുതോണി. എന്തുട്ടാണ്? അമ്പിളി. മാനത്തെ മറ്റൊരു കൂട്ടുകാരനായ നക്ഷത്രം ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ എഴുതൂ. ആന കേറാമല, ആടു കേറാമല, 1000 കാന്താരി പൂത്തിറങ്ങി. എന്താണ്? നക്ഷത്രം. അതിൻ്റെ ഉത്തരം നക്ഷത്രം എന്നാണ്. അപ്പോൾ ആ കടങ്കഥ നമുക്ക് നക്ഷത്രം ഉത്തരമായി വരുന്നൊരു കടങ്കഥ ചോദിക്കുമ്പോൾ അത് എഴുതാവുന്നതാണ്. പ്രവർത്തനം 5 അനുഭവ വിവരണം. ഈ വർഷം സ്കൂളിലെ കൂട്ടുകാരുടെ വരവ് ഗംഭീരമായിരുന്നില്ലേ? എന്തെല്ലാം പരിപാടികളായിരുന്നു പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ഒരുക്കിയിരുന്നത്? അവധിക്ക് ശേഷം കൂട്ടുകാരെ കണ്ടുമുട്ടിയപ്പോൾ എന്തൊക്കെ വിശേഷങ്ങളാണ് നിങ്ങൾ പങ്കുവച്ചത്? സ്കൂളിൽ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട അലങ്കാരം, സംഭവം എന്തായിരുന്നു? ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഈ വർഷത്തെ ആദ്യ സ്കൂൾ ദിനാനുഭവം വിവരണമായി എഴുതും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയില്ലേ? ഈ വർഷം ആദ്യമായിട്ട് സ്കൂളിൽ പോയപ്പോൾ പ്രവേശനോത്സവത്തിൽ നിങ്ങൾ കണ്ട കാഴ്ചകൾ ഒരു വിവരണമായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ 5ാമത്തെ ബി ക്വസ്റ്റ്യൻ ഡയറി എഴുതാനാണ്. ഈ വർഷത്തെ പ്രവേശനോത്സവ വിശേഷങ്ങൾ ഡയറിക്കുറിപ്പായി എഴുതുക. പ്രവേശനോത്സവ വിശേഷങ്ങൾ ഡയറിക്കുറിപ്പായി എഴുതുക. വിവരണം എഴുതണം, അല്ലെങ്കിൽ ഒരു ഡയറി എഴുതാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബായ്.